ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. റവ വെച്ചിട്ടുണ്ടാക്കുന്ന ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി സ്നാക്കാണ്. ചിക്കൻ ബോണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും റവ വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ബോണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ ലെഫ്റ്റ് ഓവർ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചിക്കൻ എടുക്കുക. അതായത് ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് അത് ഇതുപോലെ പിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബാക്കി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇതിപ്പോൾ ഞാൻ മന്തിയിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ 2 കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നുണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അല്ലാണ്ട് പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ സമൂസയുടെ ഫില്ലിങ്ങിലോട്ട് ചിക്കൻ എടുക്കുന്ന പോലെ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഈ ബോണ്ട ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരം എന്താ ചേർക്കുന്നത് നോക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം സവോള ഒന്ന് വഴറ്റിയെടുക്കുക. സവോള നല്ലോണം കനം കുറച്ച് അരിഞ്ഞതാണ് ഒരു സവോള എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ നമുക്കതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ ഗരം മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കന് ഓൾറെഡി ഫ്ലേവർഫുള്ളാണ്. നമ്മൾ മന്തിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബാക്കിയുള്ള ചിക്കനാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു റെസിപ്പിയിലോട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പണികളൊന്നും എടുക്കുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മളിതിലോട്ട് ഉരുളക്കിഴങ്ങിന് പകരം ചേർക്കാൻ പോകുന്നത് റവയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം, ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ബോണ്ട റെഡിയാക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം കൂടി നമുക്ക് കമ്പൈനായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് റവയാണ് ഉരുളക്കിഴങ്ങിന് പകരം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഞാൻ മൊത്തം ഒഴിച്ചിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവയാണ് ചേർക്കുന്നത്. റവ ഒരിക്കലും കൂടുതലാവാൻ പാടില്ല കേട്ടോ. ചിക്കനിനേക്കാളും കൂടുതൽ റവ ആവാൻ പാടില്ല. അപ്പോൾ റവയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. റവ കുറച്ച് മാത്രം മതി. നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്നും കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമാണല്ലോ റവ ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചിലർക്കൊന്നും കഴിക്കാൻ പാടില്ലാത്തവരുണ്ടാവും. ഷുഗർ ഉള്ളവർക്കൊന്നും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊക്കെ ബോണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റവ വെച്ചിട്ട് ഈ ഒരു ബോണ്ട റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്ന ഏതൊരു റെസിപ്പിയിലോട്ട് നമുക്കിതുപോലെ റവ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് എടുക്കാൻ പറ്റും. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ റവ വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ കൂടുതലും ചിക്കൻ ആണെങ്കിൽ, ചിക്കൻ കട്ട്ലറ്റൊക്കെ ആണെങ്കിൽ കൂടുതലും ചിക്കൻ എടുക്കുക, റവ കുറച്ച് മാത്രം. ഇതൊന്നും ഇങ്ങനെ കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം റവ ഒക്കെ നല്ലോണം സോഫ്റ്റ് ആവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്കിതിലോട്ട് വേണ്ടത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട്, ഒരു മാവ് പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഈസി അല്ലേ. നമ്മൾ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കണം, എന്നിട്ടത് ഉടച്ചെടുക്കണം, തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കണം, കുറേ പണികളാണ്. അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, നമുക്ക് പെട്ടെന്നൊരു 10-15 മിനിറ്റിനകത്ത് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോണ്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൊണ്ട് ചൂടാറിക്കോട്ടെ കേട്ടോ. നമുക്കത് ബോൾസ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒന്നുകൊണ്ട് ചൂടാറിക്കോട്ടെ. ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇതിന് പാകത്തിന് ഉപ്പ് മതി. പിന്നെ നമ്മൾ വേറൊരു മിക്സും കൂടി ഉണ്ടാക്കണ്ടല്ലോ, കടലമാവിൻ്റെ മിക്സ്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പിടും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇതിനെ ചേർത്ത് കൊടുക്കണ്ട. അപ്പം ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് കടലമാവിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം 1/2 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ കടലമാവുണ്ട്. ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പറയുമ്പോൾ കുറച്ച് മാത്രം മതി, ഒരുപാട് വേണ്ട. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക.
ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഞാൻ ഒഴിക്കുന്ന കണ്ടോളൂ, കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പൊട്ടാറ്റോ ബജിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ പൊട്ടാറ്റോ ബജിക്ക് ഞാൻ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു മാവിൽ മുക്കിയിട്ടാണല്ലോ ഫ്രൈ ആക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് നമ്മുടെ ഇതിൽ കോട്ടാവണം. നമ്മൾ എന്താ പറയുക, മുട്ട ബജി ഉണ്ടാക്കും, അതിലും ഇതുപോലെ തന്നെ മാവ് നന്നായിട്ട് മുട്ടയിൽ കോട്ടാവണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കണം മാവ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഈ ഒരു മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉടനെ തന്നെ ഫ്രൈ ആക്കുകയാണെങ്കിൽ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പരുവം മതി. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ആവുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബോണ്ടയുടെ ആ ഒരു മസാല നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കാം കേട്ടോ, വലിയ ബോണ്ടാക്കിയിട്ട് എടുക്കണ്ട, ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എല്ലാതും കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബോൾസ് ചെറിയ ബോൾസ് ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾസ് നല്ല ഒന്നും ഇങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മാവിൽ മുക്കുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചിട്ട് പിന്നെ ഈ ബോൾസ് ഒന്ന് സ്മൂത്തൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുഞ്ഞു ബോൾസ് ആക്കി എടുത്തു, എന്നിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തെടുത്തു. ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ഇതും കൂടി മനസ്സിലായിക്കോട്ടെ വിചാരിച്ചു. നമ്മൾ ആദ്യം തന്നെ ബോൾസ് ആക്കി എടുക്കാൻ നോക്കുമ്പം ചിലപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറിയ ബോൾസ് ആക്കി പിന്നെ കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ എല്ലാം ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മാത്രം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിങ്ങോട്ട് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണിത്. അപ്പോൾ അതാ ഒന്നിങ്ങോട്ട് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ഫ്ലെയിം. എന്നിട്ട് ഓരോ ബോൾസും ഈ കടലമാവിൻ്റെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ ഒരു എന്താ പറയുക, കോട്ടിംഗ് ഉണ്ട്, പക്ഷെ ഭയങ്കര കട്ടിയിലുള്ള കോട്ടിംഗ് അല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആ ബാറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കിയ പാടെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ അത്ര ലൂസാവില്ല. അപ്പം ഞാൻ ഫസ്റ്റത്തെ ബാച്ച് കുറച്ച് ലൂസായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ ബാച്ച് നമ്മൾ സാധാരണ ബോണ്ട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലുണ്ടാവും അതിൻ്റെ കോട്ടിങ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഒരു പരുവം തന്നെയാണ്. ഇതിൽ ചെറിയൊരു കോട്ടിങ്ങിൻ്റെ ഇതുണ്ടാവുള്ളൂ, പക്ഷേ അതാണ് കുറച്ചുകൂടെ കാണാനും ഭംഗി, അതുപോലെ കഴിക്കാനും ടേസ്റ്റ്. ഒരുപാട് കടലമാവിൻ്റെ കോട്ടിങ് വരുമ്പോൾ നമുക്കൊരു മടുപ്പാവും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ചിലർക്ക് ബോണ്ടയുടെ ആ ഒരു ശരിക്കുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാവിലൊക്കെ മുക്കിയിട്ടായിരിക്കും പൊരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ബോണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്, എല്ലാ വശവും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ കടലമാവ് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കട്ടിയിലായിരിക്കും നമ്മുടെ ഓരോ ബോൾസും നമ്മൾ ഇടുന്നതിന് മുമ്പ് അതിൽ കോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ ആ ഒരു ബാറ്റർ കണ്ടോ, നല്ലോണം കട്ടിയുണ്ട്. എന്നിട്ട് ബോൾസ് ഇതുപോലെ തന്നെ എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കോട്ടിങ് ഉണ്ടാവും. അപ്പം ബോണ്ടൊക്കെ നമ്മൾ ഇത്രയും കോട്ടിങ്ങോട് കൂട്ടായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത്. രണ്ടും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും കാണിക്കാൻ കാരണം പലരും ഇനിയിപ്പം കാണുമ്പോൾ പറയുമല്ലോ ബോണ്ടയ്ക്ക് നല്ല കോട്ടിങ്ങൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചത്. അപ്പോൾ നേരത്തെ ബാറ്ററിൽ ഒരു 1-2 ടീസ്പൂണ് കടലമാവ് എക്സ്ട്രാ ഒന്നുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ, ഒന്നുകൂടെ തിക്കാക്കിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ആക്കിയിട്ടുള്ള ബോണ്ട. അതിൻ്റെ കോട്ടിങ്ങും ഉണ്ട്, എന്നാൽ നല്ലൊരു ക്രിസ്പും നല്ലൊരു ഇതിലാണ് വന്നിട്ടുള്ളത്.
എന്തായാലും സംഭവം അടിപൊളിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇതാ ഫ്രൈ ആക്കിയപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒന്നുകൂടെ അങ്ങനെ കട്ടിയുള്ള മാവ് പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ടേസ്റ്റിൽ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ കാണുമ്പോൾ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ബോണ്ടയുടെ ടെക്സ്ചറൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കട്ടിയുള്ള പോലെ ഉണ്ട്. മാവ് കുറച്ചുകൂടെ കട്ടിയുള്ള പോലെ ഉണ്ട്. മറ്റേത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബോണ്ട അടിപൊളി ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് ചേർക്കാത്ത റവ ചേർത്തിട്ടുള്ള ചിക്കൻ ബോണ്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഞാനിത് എത്രത്തോളം ക്രിസ്പി ആണെന്നും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുണ്ടാകും സ്പൈസി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ചൂടുള്ള ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായതിന്. അപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് സിമ്പിളായിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടുള്ള ബോണ്ട കേട്ടോ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ള ലൈറ്റ് കോട്ടിങ് കൊടുത്തിട്ടുള്ള കടലമാവിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുള്ള ബോണ്ടയാണ്. കണ്ടോ, നല്ല പുറമേ ഇച്ചിരി ക്രിസ്പാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പരുവത്തിലായിരിക്കും അകത്തുണ്ടാവുക. അപ്പം ഫില്ലിങ്ങിൽ നമ്മൾ റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് റവ ചേർക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്തിട്ടുള്ള ബോണ്ടയാണ്. അതായത് കടലമാവിൻ്റെ കോട്ടിങ് കുറച്ചുകൂടെ കൂടുതലുള്ളതാണ്, കട്ടിയിലുള്ള കോട്ടിങ് ഉള്ളതാണ്. അപ്പോൾ അത് കണ്ടോ, ആ ഒരു കോട്ടിങ് കുറച്ചുകൂടെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ഒന്ന് കട്ടിയുണ്ട്. അതുപോലെ ക്രിസ്പൊക്കെ തന്നെയാണ്, എന്നാലും ഇച്ചിരി ഒന്ന് കട്ടിയുണ്ട് ആ ഒരു കോട്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബോണ്ടയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.